ഓക്കെ, ഗുഡ് മോർണിംഗ്. ചാപ്റ്റർ 10 ആണ് ഇതിൽ പറയാൻ പോകുന്നത്. ചാപ്റ്റർ 10ൻ്റെ പേരാണ് ക്വാസി കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് പറയുമ്പോൾ പറഞ്ഞൊരു ടേമായിരുന്നു ഈ ക്വാസി കോൺട്രാക്റ്റ് അല്ലേ. അപ്പോൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വൽ ഒരു കോൺട്രാക്റ്റ് അല്ല, പക്ഷേ ഒരു കോൺട്രാക്റ്റ് പോലെ തന്നെയാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക, ക്വാസി കോൺട്രാക്റ്റ്. അതായത് ഇപ്പോൾ സാധാരണ ഒരു കോൺട്രാക്റ്റ് മീൻസ് രണ്ട് പാർട്ടീസ് തമ്മിൽ അറിഞ്ഞുകൊണ്ട് എൻട്രി ചെയ്യുന്നതാണ് അല്ലേ. ബട്ട് ബൈ ആക്ട് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്റ്റിൽ എൻ്ററായി പോവുകയും ചെയ്യുക. ആ കോൺട്രാക്റ്റിന് സാധാരണ ഒരു കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ സ്വഭാവങ്ങളും എല്ലാ എലമെൻസും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക, ക്വാസി കോൺട്രാക്റ്റ്. അതായത് ഏകദേശം ഒരു കോൺട്രാക്റ്റ് പോലെ തന്നെ എന്ന് ആ ഒരു മീനിങ് അതാണ്. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ക്വാസി മീൻസ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഓർ ആൾമോസ്റ്റ് ഓർ ആസ് ഇഫ് ഇറ്റ് വേർ. ശരിക്കൊരു കോൺട്രാക്റ്റ് പോലെ തന്നെ എന്നുള്ള ആ ഒരു മീനിങ് ആണ് ക്വാസി എന്നുള്ളതിൽ കൂടെ വരുന്നത്. ആൻഡ് ക്വാസി കോൺട്രാക്റ്റ് ആർ ആൾസോ കാൾഡ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് ഓർ കോൺട്രാക്റ്റ് ഇൻ ലോ ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ക്വാസി കോൺട്രാക്റ്റ് നമ്മൾ ആ ടൈപ്സ് പറയുമ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ബസ്സിൽ കയറിയാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എത്തിക്കാമെന്നും ബസ്സുകാരും നമ്മൾ അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കാമെന്നും നമ്മളും അവിടെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നു, അതിനനുസരിച്ച് അവർ ആ സ്ഥലത്ത് എത്തിച്ച് തരുന്നു. അത് ബസ്സിലായിക്കോട്ടെ ഒരു ട്രെയിനിലായിക്കോട്ടെ, അപ്പോൾ ഇവിടെയൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്റ്റ് എൻട്രി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ അതൊരു കേസ്. അതേപോലെ നോക്കൂ, ഫോർ എക്സാമ്പിൾ എക്സ് ഹാസ് ഫോർഗോട്ടൺ ഹിസ് ബാഗ് കണ്ടെയ്നിങ് സർട്ടൻ ട്രേഡിംഗ് ആർട്ടിക്കിൾ അറ്റ് വൈസ് ഷോപ്പ് ബൈ മിസ്റ്റേക്ക്. വൈ ഈസ് അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദം ടു എക്സ് അല്ലേ. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് കടയിൽ ബാഗ് മറന്നു വെച്ചു പോയാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ആ കടക്കാരനും ആ മറന്നു വെച്ച ആളും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണ്. എന്തിന്, ആ മറന്നു വെച്ച് പോയ ആൾ വന്നാൽ ആ ബാഗ് തിരിച്ചു കൊടുക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ വല്ല നമ്പറും അവൈലബിൾ ആണെങ്കിൽ ആ നമ്പറിൽ നിങ്ങളുടെ ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ച് പറയാനുള്ളൊരു ഒബ്ലിഗേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ വരികയാണ്. അപ്പോൾ അതും ഒരു ഏതിനുള്ള എക്സാമ്പിളാണ്, ക്വാസി കോൺട്രാക്റ്റിനുള്ള എക്സാമ്പിളാണ്. പിന്നെ ക്വാസി കോൺട്രാക്റ്റ് നമ്മുടെ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ക്വാസി കോൺട്രാക്റ്റിനൊരു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ടേംസ് quasi contract as certain relation resembling those created by contract. Certain relations, ചില റിലേഷൻസ് റിസംബ്ലിങ് ദോസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്റ്റ്. സാധാരണ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ തോന്നുന്ന ചില റിലേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഡോക്ടർ ജെങ്സ് ആണ്. ജെങ്സ്, ക്വാസി കോൺട്രാക്റ്റ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഈസ് എ സിറ്റുവേഷൻ in which law imposes upon one person on the grounds of natural justice an obligation similar to that which arises from a true contract. ഇതൊക്കെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ആണല്ലേ. ഒരു സാധനം കളഞ്ഞു കിട്ടിയാൽ നമ്മളത് തിരിച്ചേൽപ്പിക്കുക എന്നുള്ള ആ ഒരു ഒബ്ലിഗേഷൻ നമ്മുടെ ഉള്ളിൽ നാച്ചുറലി വരുന്നതാണ്. അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഒരാളിൽ എത്തിയിട്ട് അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്വാസി കോൺട്രാക്റ്റ്. അപ്പോൾ എന്താണ് ഈ ക്വാസി കോൺട്രാക്റ്റിൻ്റെ ബേസ് എന്ന് ചോദിച്ചാൽ, നോ മാൻ മസ്റ്റ് ഗ്രോ റിച്ച് ഔട്ട് ഓഫ് അനദർ പേഴ്സൺസ് കോസ്റ്റ് അല്ലേ. നമ്മൾ ആരും മറ്റുള്ളവരുടെ പൈസയും കൊണ്ട് നമ്മൾ നന്നാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഒരാളുടെ സാധനം കളഞ്ഞു കിട്ടിയാൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ആ ഒരു ഒബ്ലിഗേഷനിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഒരു ക്വാസി കോൺട്രാക്റ്റ് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബസ്സിലാണെന്നുണ്ടെങ്കിൽ വെറുതെ ആൾക്കാരെ കയറ്റിയ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് ആ സ്ഥലത്തേക്ക് പോവാതിരുന്നു വെച്ചാൽ അപ്പോൾ എന്താണ്, നമ്മുടെ പൈസയും കൊണ്ട് അവർ റിച്ച് ആവുകയാണ് അല്ലേ. അപ്പോൾ അതിനൊരു ടേം ഉണ്ട്, നിമോ ഡിബറ്റ് ലോക്കു പ്ലാറ്റേരി എക്സ് ലിയന ജസ്റ്റുവ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയേണ്ടത്, നോ മാൻ മസ്റ്റ് ഗ്രോ റിച്ച് ഔട്ട് ഓഫ് അനദർ പേഴ്സൺസ് കോസ്റ്റ്. ഇതിനെയാണ് ക്വാസി കോൺട്രാക്റ്റിൻ്റെ ബേസായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ചില ഒബ്ലിഗേഷൻ ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരിൽ വന്ന് ചേർന്നിട്ട് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയുക, ക്വാസി കോൺട്രാക്റ്റ്. എന്തൊക്കെയാണ് ക്വാസി കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ്? ദിസ് ഈസ് നോട്ട് എ റിയൽ കോൺട്രാക്ട് ബട്ട് ആൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ
ആക്ച്വലി ഒരു കോൺട്രാക്റ്റ് അല്ല, പക്ഷേ ഒരു നിയമപ്രകാരം ഒരു ബാധ്യത ഒരാളിൽ വരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്, ക്വാസി കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് അറൈസ് ഫ്രം എനി എഗ്രിമെൻറ്റ് ബട്ട് ഇറ്റ് ഈസ് എ ക്രിയേച്ചർ ഓഫ് ലോ. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഇംപ്ലൈഡ് ഇൻ ലോ. നമ്മൾ സാധാരണ ഒരു കോൺട്രാക്റ്റിന് എഗ്രിമെൻറ്റ് ആൻഡ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ആണ് വേണ്ടത്. പക്ഷേ ഇതൊരു എഗ്രിമെൻറ്റിൽ നിന്ന് വരുന്ന കോൺട്രാക്റ്റ് അല്ല. എ ക്വാസി കോൺട്രാക്റ്റ് അറൈസ് ഫ്രം എ ഡ്യൂട്ടി ഓഫ് എ പാർട്ടി ആൻഡ് നോട്ട് ബൈ പ്രോമിസ് ഓഫ് എനി പാർട്ടി. അല്ലേ, ഇപ്പോൾ ആ കളഞ്ഞു കിട്ടിയ സാധനം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പ്രോമിസ് ഒന്നുമല്ല, നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. ഒരു സാധനം കണ്ടാൽ അതിൻ്റെ ഓണർക്ക് അത് തിരിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓണറെ അറിയുന്നില്ലെങ്കിൽ അത് അതിൻ്റേതായ സ്ഥലത്ത് ഏൽപ്പിക്കുക. And it grants to one person a right to money or its equivalent or to some other benefit imposed a liability on the other person in connection with such money or its equivalent or some other benefit that he has already received. അപ്പോൾ ഈ ഒരു ക്വാസി കോൺട്രാക്റ്റിൽ കൂടെ നമുക്ക് എന്താ കിട്ടുന്നത്, ഒരാൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു മണി അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ആവാം, മറ്റേ ആൾക്ക് ഒരു ലയബിലിറ്റി ആവാം. അല്ലേ, പേഴ്സ് കളഞ്ഞു കിട്ടിയ ആൾക്ക് അതൊരു ബാധ്യതയാണ്, അത് തിരിച്ചു കൊടുക്കുക എന്ന്. തിരിച്ചു കൊടുത്താൽ അയാൾക്ക് എന്ത് കിട്ടുന്നു, ആ ഒരു ബെനിഫിറ്റ് മറ്റേ ആൾക്കും കിട്ടുന്നു. ദി റൈറ്റ് അണ്ടർ ഇറ്റ് ഈസ് അവൈലബിൾ എഗെയിൻസ്റ്റ് സ്പെസിഫിക് പേഴ്സൺ ആൻഡ് നോട്ട് എഗെയിൻസ്റ്റ് ദി വേൾഡ്. ഇപ്പോൾ എൻ്റെ പേഴ്സ് കളഞ്ഞുപോയി, അത് തരാനുള്ള ബാധ്യത ഈ ലോകത്തിന് മൊത്തമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആർക്കാണോ അത് കളഞ്ഞു കിട്ടി അവർക്ക് മാത്രമാണ് അവിടെ അതിൻ്റെ എന്ത് പോകുന്നുള്ളൂ, എഗെയിൻസ്റ്റ് എ പേഴ്സൺ, ഒരാളിൽ മാത്രമാണ് എന്തുണ്ടാവുന്നുള്ളൂ, ക്വാസി കോൺട്രാക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. ആൻഡ് വെൻ an obligation created by quasi contract has not been discharged, the injured party is entitled to receive the same compensation from the party in default as in the case of ordinary contract. ഇപ്പോൾ പേഴ്സ് കളഞ്ഞു പോയി, ആർക്കാണ് കിട്ടിയിരിക്കണമെന്ന് മനസ്സിലായി, പക്ഷേ അയാൾ തിരിച്ചു തരാൻ റെഡി അല്ലെങ്കിൽ സാധാരണ ഒരു കോൺട്രാക്റ്റിൽ നമുക്കുണ്ടല്ലോ അതിൻ്റെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ ഒരു റൈറ്റ് ഏതിനും വരുന്നുണ്ട്, ക്വാസി കോൺട്രാക്റ്റിനും വരുന്നുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ്. ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ക്വാസി കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു 2 സന്ദർഭം ഇപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞു. ഒന്നിപ്പോൾ പേഴ്സ് കളഞ്ഞു കിട്ടിയത്, അല്ലേ, മറ്റൊരാളുടെ സാധനം നമുക്ക് കളഞ്ഞു കിട്ടുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഒബ്ലിഗേഷൻ വരികയാണ്. അപ്പോൾ അതേപോലെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ ക്വാസി കോൺട്രാക്റ്റ് ഫോം ചെയ്യുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലെയിംസ് ഫോർ നെസസറി സപ്ലൈഡ്. അപ്പോൾ ഈ പോയിൻ്റൊക്കെ എക്സാമ്പിൾ മാത്രം ആദ്യം വായിക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് ആ പോയിൻ്റ് ക്ലിയർ ആവുക. അതിന് ശേഷം എക്സ്പ്ലനേഷൻ പഠിച്ചാൽ മതി. അപ്പോൾ ക്ലെയിം അൺനെസസറി സപ്ലൈഡ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ എന്നുള്ളൊരാൾ ബി എന്നൊരാൾക്ക് ആൾ ലുണാറ്റിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ എ സപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അയാൾക്ക് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അയാൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പേയ്മെൻറ്റ് എ വാങ്ങിക്കൊടുത്ത സാധനങ്ങൾക്കുള്ള പേയ്മെൻറ്റ് ബിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും എടുക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്, ആ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. അതിനു വേണ്ടി എയും ബിയും തമ്മിൽ വേറൊരു കോൺട്രാക്റ്റ് വെക്കേണ്ട ആവശ്യമില്ല. ദെൻ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അപ്പോൾ റീഇംബേഴ്സ്മെൻ്റാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു അതിൻ്റെയും എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ അപ്പോൾ എ എന്നുള്ളൊരാൾ ബി എന്നുള്ള ലാൻഡ് ലീസിനെടുത്തിരിക്കുകയായിരുന്നു. ലീസിനെടുക്കുക എന്നൊക്കെ വെച്ചാൽ പാട്ടത്തിനെടുക്കുക, അല്ലേ. അപ്പോൾ ലാൻഡ് അയച്ചാൽ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ്റിന് നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് അടയ്ക്കണം. പക്ഷേ ബി ആ ടാക്സ് ഒന്നും അടയ്ക്കാത്തതുകൊണ്ട് ഗവൺമെൻറ് ആ ലാൻഡ് പിടിച്ചെടുക്കുമെന്നുള്ളൊരു നോട്ടീസ് വന്നു. പക്ഷേ എയെ സംബന്ധിച്ചിടത്തോളം ആ ലാൻഡിൽ ചിലപ്പോൾ അയാൾ കുറച്ച് കൃഷിയൊക്കെ ഇറക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അത് മൊത്തം ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി എ എന്ത് ചെയ്തു, അതിൽ വന്ന ഇത്രയും പെൻഡിങ് ഉള്ള ടാക്സ് എല്ലാം എ അടച്ചു. ആക്ച്വലി അത് ആരാണ് അടയ്ക്കേണ്ടത്, ബി ആണ് അടയ്ക്കേണ്ടത്, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ ബിയിൽ നിന്ന് അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് എത്ര രൂപയാണോ അടച്ച് അത്രയും രൂപ ബിയിൽ നിന്ന് മേടിക്കാൻ ഉള്ള റൈറ്റ് ആർക്കുണ്ട്, എക്കുണ്ട്. അത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ആർക്കുണ്ട്, ബിക്കുമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതാണ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഇവിടെ ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആരാണ്, എ ആണ്. എക്ക് എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഉണ്ടായത്, അയാൾ ആ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്തതുകൊണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു കോൺട്രാക്റ്റിനെയാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. മൂന്നാമത്തെയാണ് ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്.
ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്. അപ്പോൾ നോൺ ഗ്രാറ്റുവിറ്റസ് എന്നുള്ളതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. നോൺ ഗ്രാറ്റുവിറ്റസ്ലി മീൻസ് വിത്തൗട്ട് പേയ്മെൻറ്റ്. അതായത് നമ്മളൊരു സാധനം ഉപയോഗിക്കുകയാണ്, അതിന് പേയ്മെൻറ്റ് ഒന്നും കൊടുക്കാതെ നമ്മളൊരു ബെനിഫിറ്റ് ഉപയോഗിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ബാധ്യത നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. എ ബിസിനസ്മാൻ ലീവ്സ് ഗുഡ്സ് അറ്റ് ബീസ് ഹൗസ് ബൈ മിസ്റ്റേക്ക്. ബി ട്രീറ്റ്സ് ദി ഗുഡ്സ് ആസ് ഹിസ് ഔൺ. ബി ഈസ് ബൗണ്ട് ടു പേ എ ഫോർ ദം. അല്ലേ? എ എന്നുള്ളൊരു ബിസിനസ്മാൻ അറിയാതെ കുറച്ച് ഗുഡ്സ് അയാളുടെ ആയിരുന്നു, അത് ബിയുടെ വീട്ടിൽ വെച്ചു. ഇപ്പോൾ സപ്പോസ് അത് കഴിക്കാൻ പറ്റിയ കുറച്ച് ബിസ്ക്കറ്റ്സ് സ്വീറ്റ്സൊക്കെ ആണെന്ന് വിചാരിക്കുക. ബി വിചാരിച്ചു അത് ബിയുടെ ആണെന്ന് വിചാരിച്ചിട്ട് അത് ഉപയോഗിച്ചു. ബട്ട് അത് തിരിച്ചറിഞ്ഞു വിചാരിക്കുക അത് എൻ്റെ അല്ല, എയുടെ ആണെന്നറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അല്ലേ? അപ്പോൾ ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്. വിത്തൗട്ട് പേയ്മെൻറ്റാണ്. നമ്മൾ എന്ത് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമുക്കായിട്ട് തന്നതായിരിക്കണം. അപ്പോൾ തന്നതല്ല എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പേയ്മെൻറ്റ് ഒരു സാധനം നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ പൈസ കൊടുക്കാനുള്ള ആ ഒരു കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നുണ്ട്. ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ആ പേഴ്സ് കളഞ്ഞു കിട്ടിയ ആ കേസ്. ദെൻ മണി പെയ്ഡ് ഓർ തിങ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേർഷൻ. ചിലപ്പോൾ ഒരാളിപ്പോൾ എനിക്കിപ്പോൾ എയും ബിയും കൂടി 10,000 രൂപ തരാനുണ്ടെന്ന് വിചാരിക്കുക. എ എനിക്ക് 10,000 രൂപ കൊണ്ടു തന്നു, ബിയും 10,000 രൂപ കൊണ്ടു തന്നു. രണ്ടാളും വേറെ വേറെ തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡ്യൂട്ടിയാണ് ഒരു 10,000 എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു കൊടുക്കുക. അല്ലേ? അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് 10,000 തരണ്ടു, ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാളുടെ അടുത്ത് നിന്ന് 15,000 മേടിച്ചുവെങ്കിൽ 5,000 രൂപ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി എനിക്ക് ഓൾറെഡി വരുന്ന ഒരു ഒബ്ലിഗേഷനാണ്. അതിനെയാണ് മണി പെയ്ഡ് ഓർ തിങ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേർഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് എന്ത് ഫോം ആവുന്നത്? ക്വാസി കോൺട്രാക്റ്റ് ഫോം ആവുന്നത്. അപ്പോൾ അത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. എന്താണ് ക്വാസി കോൺട്രാക്റ്റ് ആൻഡ് സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് ഉണ്ട്. സാധാരണ ഒരു കോൺട്രാക്റ്റും ക്വാസി കോൺട്രാക്റ്റും അത് കോളം വൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ എത്രയും മനസ്സിലായിച്ചാൽ വായിക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും രണ്ടിൻ്റെയും സിമിലാരിറ്റി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ മൊത്തം എന്താണ് ക്വാസി കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഫോം ആവുന്നത്, ഏതൊക്കെ ടൈപ്പിൽ കൂടിയാണ് ക്വാസി കോൺട്രാക്റ്റ്, എന്താണ് എസെൻഷ്യൽസ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺട്രാക്റ്റ് ആൻഡ് എ ക്വാസി കോൺട്രാക്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്.